ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പുതുക്കിയ ഭക്ഷണ മെനു നിലവിൽ വന്നതോടെ വലിയ ആവേശത്തിലാണ് വിദ്യാർത്ഥികളെന്ന് കണ്ടല്ലോ. ചിക്കൻ കറിയും സാലഡും ഫ്രൂട്ട്സും അടങ്ങിയ ഭക്ഷണം വിളമ്പിയതോടെ സ്കൂളിലെ കുഞ്ഞു മുഖങ്ങളിൽ വിരിഞ്ഞ സന്തോഷമൊന്ന് കാണേണ്ട കാഴ്ചയാണെന്ന് പറയുന്നു. എന്തൊക്കെയുണ്ട്? പപ്പായുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചോറും ചിക്കൻ കറിയും സലാഡും അതുപോലെ പപ്പായൊക്കെ ആയിട്ട് വിഭവസമൃദ്ധം. എങ്ങനെയുണ്ട്? സൂപ്പറായോ? പുതിയ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ചിക്കൻ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ കടിക്കുമ്പോൾ ചേരാനുണ്ടോ? എന്തായാലും ഇതുപോലെയാണ്. വലിയ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ തന്നെ ഉള്ളത്. പുതിയ ഭക്ഷണ മെനു ഇന്ന് മുതൽ വിദ്യാലയങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ ദിവസവും കൃത്യമായ ലെമൺ റൈസും അതുപോലെ തന്നെ തേങ്ങാച്ചോറും അങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് മലപ്പുറത്തെ സ്കൂളുകളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണ് ഇവിടുത്തെ മെനുവിലുള്ള ഒരു ഭക്ഷണങ്ങൾ? നമ്മൾ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ പുതിയ ഒരു മെനു കാർഡിലേക്ക് മാറുകയാണ്. പഠനം വ്യത്യസ്തമാവുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണത്തിലും വൈവിധ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. കാരണം